നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ഉഷ്ണതരംഗം മൂലമുള്ള അസാധാരണ ചൂടിൽ ജനജീവിതം ദുസ്സഹം. സൂര്യാഘാതം വർദ്ധിക്കാൻ സാധ്യത. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി. വേനൽ മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. തൃശൂർ വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവർ. ഇരുവരും വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാർ. ബസ് സ്റ്റാൻഡുകളിൽ അപകടം കുറയ്ക്കുന്നതിനുള്ള നാക്പാക്ക് നിർദ്ദേശം ഒറ്റപ്പാലത്ത് നടപ്പാക്കിയത് 5 വർഷത്തിനിപ്പുറം. ബസ്സുകൾ പ്രവേശിക്കുന്ന ഭാഗത്ത് ഹമ്പ് സ്ഥാപിച്ച് വേഗത നിയന്ത്രിക്കണമെന്ന് നാറ്റ്പാക്ക് നിർദ്ദേശിച്ചത് 2019. ഒറ്റപ്പാലത്ത് ഇക്കാര്യത്തിൽ നടപടിയുണ്ടായത് ആഴ്ചകൾക്ക് മുമ്പ് അതിഥി തൊഴിലാളി ബസ്സിടിച്ച് മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമുയർന്നപ്പോൾ മാത്രം. വാർത്തകൾ വിശദമായി. ഉഷ്ണതരംഗം മൂലമുള്ള അസാധാരണ ചൂടിൽ ജനജീവിതം ദുസ്സഹം. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം ഒരാഴ്ച കൂടി തുടർന്നേക്കും. വേനൽ മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നിരീക്ഷിക്കുമ്പോൾ കുടിവെള്ള പ്രതിസന്ധി ഉൾപ്പെടെ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. വറചട്ടിയിലാണ് പാലക്കാട് ജില്ല. പാലം കടന്നാൽ തൃശൂരിന്റെ എരിതീയ്. ഉഷ്ണതരംഗം മൂലമുള്ള അസാധാരണ ചൂടിൽ ഉരുകിയൊലിക്കുകയാണ് നാട്. പാലക്കാട് ഉൾപ്പെടെ വടക്കൻ ജില്ലകളിൽ മെയ് മാസത്തിലും കാര്യമായ വേനൽമഴ ലഭിക്കാൻ സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നിരീക്ഷിക്കുമ്പോൾ യാത്ര നാവുണങ്ങുന്ന നാൾ വഴികളിലൂടെ. പാലക്കാട് ജില്ലയിൽ 4 ദിവസമായി ഉഷ്ണതരംഗം തുടരുകയാണ്. ഈ പ്രതിഭാസം ഒരാഴ്ച നീണ്ടുനിന്നേക്കും. 2 സൂര്യാഘാത മരണങ്ങൾ ദിവസങ്ങൾക്കിടെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. പാലക്കാട് ജില്ലയിൽ ഈർപ്പം ശരാശരി 50 ഡിഗ്രി ആയതിനാൽ ചൂടിൻ്റെ കാഠിന്യം അതിരൂക്ഷമാണ്. 4 ദിവസമായി 41.8 ഡിഗ്രി സെൽഷ്യസാണ് അന്തരീക്ഷത്തിലെ ചൂട്. അത്യുഷ്ണം തുടരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ജലക്ഷാമവും രൂക്ഷമായി കഴിഞ്ഞു. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഭാരതപ്പുഴയിലെ ജലലഭ്യത നന്നേ കുറഞ്ഞിരുന്നു. ഇപ്പോൾ പുഴ ഏതാണ്ട് മരുഭൂമിയായ അവസ്ഥയാണ്. വ്യാപക മഴ പെയ്താൽ മാത്രമേ പ്രതിസന്ധിയെ മറികടക്കാനാകൂ. അന്തരീക്ഷത്തിൽ മറ്റ് പ്രതിഭാസങ്ങൾ ഉണ്ടായില്ലെങ്കിൽ മെയ് മാസത്തിലും അത്യുഷ്ണം തുടരും. പുഴയിൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് കിണറുകളിലേക്ക് ചാൽകീറിയും മറ്റും വെള്ളമെത്തിച്ച് ജലവിതരണം നിയന്ത്രിതമായി നടത്താൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും എത്ര നാൾ ഇതെല്ലാം ഫലപ്രദമാകുമെന്ന് പറയാനാകില്ല. ഡാമുകൾ തുറന്ന് പുഴയിൽ വെള്ളമെത്തിച്ചാലും പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് വെള്ളമെത്തിക്കുക കൊടും ചൂടിൽ അസാധ്യമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. കാലവർഷം എന്നെത്തുമെന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയുമാണ്. ടാങ്കറുകളിൽ വെള്ളം വിതരണം ചെയ്യുക എന്നതാണ് പമ്പിംഗ് കാര്യക്ഷമമായില്ലെങ്കിൽ അധികൃതർക്ക് മുന്നിലുള്ള പോംവഴി. ഇതും ശ്രമകരമായിരിക്കും. കൊടും ചൂടിൽ ദാഹം തിളയ്ക്കുമ്പോൾ ആശങ്കയുടെ പൊള്ളുന്ന ദിനങ്ങളിലൂടെയായിരിക്കും കാലവർഷമെത്തും വരെ നാടിൻ്റെ സഞ്ചാരം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഉഷ്ണതരംഗം. സംസ്ഥാനത്ത് അംഗനവാടി കുട്ടികൾക്ക് ഒരാഴ്ച അവധി നൽകിയെങ്കിലും ടീച്ചർമാരും ഹെൽപ്പർമാരും അംഗനവാടിയിലെത്തണമെന്നതാണ് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ നിർദ്ദേശം. കുട്ടികളില്ലാതെ അംഗനവാടികളിൽ എത്തുന്നതിൽ അംഗനവാടി ജീവനക്കാർക്ക് നീരസവുമുണ്ട്. അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ അംഗൻവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ സംസ്ഥാന ശിശുവികസന വകുപ്പ് നിർദ്ദേശിച്ചത്. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നുമാണ് നിർദ്ദേശം. കൂടാതെ അംഗൻവാടികളുടെ മറ്റ് പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കണമെന്നും ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിൽ എത്തിച്ചു നൽകണമെന്നും വനിതാ ശിശു വികസന വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. സംസ്ഥാന വനിതാ ശിശു വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ചെറുതുരുത്തി 1-ാം മൈൽ മാരിയമ്മൻ കോവിലിന് സമീപം പ്രവർത്തിക്കുന്ന 16-ാം നമ്പർ അംഗൻവാടിയിൽ രാവിലെ 9:30 തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന അംഗൻവാടി പ്രവർത്തകർ എത്തിയിരുന്നു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും 2 മാസക്കാലം അവധിയുണ്ടെന്നും കലണ്ടറിൽ ചുവപ്പക്കമുള്ള ദിവസങ്ങളല്ലാതെ തങ്ങൾക്ക് അവധി ലഭിക്കുന്നില്ലെന്ന പരാതിയും ഇവർക്കുണ്ട്. ഗവൺമെൻറ് ഒരാഴ്ചത്തെ ലീവ് അംഗൻവാടികൾക്ക് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകരും ആയമാരും ജോലിക്ക് വരികയും വേണം. ഈ ഒരാഴ്ച അവർക്കും കൂടി ലീവ് കൊടുക്കുന്നതല്ലേ ഗവൺമെൻറ് ചെയ്യേണ്ടത്. 2 മാസം സ്കൂളുകൾക്കും കോളേജുകൾക്കും ഗവൺമെൻറ് ചില സ്ഥാപനങ്ങൾക്കൊക്കെ ലീവുകളുള്ളതാണ്. വക്കീലിനും കോടതിക്കൊക്കെ ലീവുള്ള സമയത്ത് ഈ അംഗൻവാടിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരാഴ്ചത്തെ ലീവ് അവർക്ക് കൊടുക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്, ഈ നാട്ടുകാരൻ എന്ന നിലയ്ക്ക്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന വെള്ളാനിക്കര സഹകരണ ബാങ്ക് ശാഖയ്ക്ക് സമീപത്താണ് സംഭവം. ആന്റണിയെ തലയ്ക്ക് പരിക്കേറ്റ് രക്തം വാർന്ന് മരിച്ച നിലയിൽ പായയിലും അരവിന്ദാക്ഷനെ ബാങ്കിന് സമീപത്തുള്ള കാനയിൽ വിഷം കഴിച്ച്
ആത്മഹത്യ ചെയ്ത നിലയിലുമാണ് കണ്ടെത്തിയത്. മരിച്ച ഇരുവരും വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്യൂരിറ്റി ജീവനക്കാരാണ്. ഇരുവരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം മറ്റേയാൾ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം സംഘർഷത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല. ഒല്ലൂർ ACP, മണ്ണുത്തി CI ഉൾപ്പെടെ പോലീസ് സംഘം സ്ഥലത്തെത്തി. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഇരുവരുടെയും മരണകാരണം സംബന്ധിച്ച് വ്യക്തതയാകൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അപകടം കുറയ്ക്കാൻ സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കുന്ന ഭാഗത്ത് ഹമ്പുകൾ സ്ഥാപിക്കണമെന്ന 2019 നാറ്റ്പാക് നിർദ്ദേശം ഒറ്റപ്പാലം നഗരസഭ നടപ്പിലാക്കുന്നത് 5 വർഷങ്ങൾക്കിപ്പുറം. ഹമ്പ് സ്ഥാപിച്ചത് ആഴ്ചകൾക്ക് മുൻപ് സ്റ്റാൻഡിൽ അതിഥി തൊഴിലാളി ബസ്സിടിച്ച് മരിച്ചതിനെ തുടർന്നുണ്ടായ വ്യാപക പ്രതിഷേധത്തെ തുടർന്ന്. പലപ്പോഴും അധികൃതർ നിയമം നടപ്പിലാക്കുന്നത് ഒരാളുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടുമ്പോഴാണെന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വ്യാപകമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ബസ്സുകളുടെ അമിത വേഗത കുറയ്ക്കാനായി ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ഹമ്പ് സ്ഥാപിച്ച നടപടി. 2019 തന്നെ നാറ്റ്പാക്കിന്റെ പഠനത്തിൽ ഹമ്പുകൾ സ്ഥാപിക്കാനായി നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളോടെ മറ്റൊരു സംസ്ഥാനത്തു നിന്നും ഇവിടെ വന്ന് ജോലി ചെയ്തു വരുന്ന ഒരു അതിഥി തൊഴിലാളിയുടെ ജീവൻ അമിത വേഗതയിലെത്തിയ ബസ്സിന്റെ ചക്രങ്ങൾക്കിടയിൽ കുരുങ്ങുമ്പോൾ മാത്രമാണ് അധികൃതരുടെ കണ്ണ് തുറന്നത്. അപകടം നടന്നയുടൻ തന്നെ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ട്രാഫിക് ക്രമീകരണ സമിതി ചേർന്ന് അടിയന്തര നടപടി കൈക്കൊണ്ടില്ലെന്ന ആക്ഷേപവും പൊതുപ്രവർത്തകരും നാട്ടുകാരും ഉന്നയിച്ചിരുന്നു. ഭൂരിഭാഗം ബസ്സുകളും സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചയുടൻ വേഗത കൂട്ടുന്ന പ്രവണത നിലനിൽക്കുന്നുണ്ടെന്നും പ്രവേശന ഭാഗത്ത് ഇറക്കം കൂടിയായതിനാൽ സ്വാഭാവികമായി വേഗത കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ഉടനടി പരിഹാരം കാണണമെന്ന് കാണിച്ച് യാത്രക്കാരും നിരവധി തവണ പരാതിയും നൽകിയിട്ടുണ്ട്. ഇനിയെങ്കിലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രം പുനർവിചിന്തനത്തിന് തയ്യാറാകുന്ന അധികൃതരുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാവട്ടെ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. റിട്ടയർഡ് ഇലക്ട്രിക്കൽ എംപ്ലോയീസ് ഫോറം വാർഷിക പൊതുയോഗം പാലക്കാട്ട് നടന്നു. റിട്ടയർമെന്റ് പെൻഷൻ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് പൊതുയോഗം ആവശ്യപ്പെട്ടു. വാർഷിക പൊതുയോഗം പാലക്കാട് ADRM ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് മണി അധ്യക്ഷത വഹിച്ചു. വിജയ, സുബ്രഹ്മണ്യൻ, രവീന്ദ്രൻ, അരവിന്ദാക്ഷൻ, K. രാമചന്ദ്രൻ, ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. റിട്ടയർമെന്റ് പെൻഷൻ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് നൽകാനും അത് വർദ്ധിപ്പിക്കാനുമുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ മുപ്പിളിയിൽ തുടർച്ചയായി പുലിയിറങ്ങുന്നത് നാട്ടുകാരിൽ ഭീതി പടർത്തുന്നു. പകൽ സമയത്ത് പോലും പ്രദേശത്ത് പുലിയെ കാണുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ രാത്രി മുപ്പിളിയിലുള്ള ഹാരിസൺ എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപത്ത് പുലിയെ കണ്ടിരുന്നു. ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന റിസാൽ എന്ന യുവാവാണ് റോഡിന് കുറുകെ ഓടി റബ്ബർ തോട്ടത്തിലേക്ക് കയറുന്ന പുലിയെ കണ്ടത്. റോഡിൽ നിൽക്കുകയായിരുന്ന പുലി വാഹനം കണ്ടതോടെ സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് ഓടി കയറി പോവുകയായിരുന്നു. ഈ ദൃശ്യങ്ങളാണ് റിസാൽ തന്റെ മൊബൈലിൽ പകർത്തിയത്. സമീപ പ്രദേശങ്ങളായ കുണ്ടായി, ചക്കിപ്പറമ്പ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നു. ഇതേ പുലി തന്നെയാകാം റിസാലിന്റെ മൊബൈലിൽ പതിഞ്ഞതെന്നാണ് നാട്ടുകാരുടെ നിഗമനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിധവകളുടെയും യത്തീം മക്കളുടെയും സംരക്ഷണമാണ് ദൈവം ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സൽപ്രവൃത്തിയെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കൊടുവായൂർ മേലേപ്പള്ളി ആണ്ടുനേർച്ചയോടനുബന്ധിച്ച് നടന്ന നിർധനരായ 7 പെൺകുട്ടികളുടെ വിവാഹത്തിൽ മുഖ്യകാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൺമക്കളുടെ വിവാഹം സമ്പത്തിന്റെ പേരിൽ വൈകാനോ നടക്കാതെ പോകാനോ പാടില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കുന്നവരാണ് ദൈവത്തിന്റെ ഇഷ്ടദാസന്മാരെന്നും തങ്ങൾ പറഞ്ഞു. 5 മുസ്ലിം യുവതീ-യുവാക്കളുടെയും ഒരു ഹൈന്ദവ യുവതിയുടെയും യുവാവിൻ്റെയും വിവാഹ ചടങ്ങുകൾക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. വധൂവരന്മാർക്ക് സംഘാടകർ ഒരുക്കിയ സമ്മാനങ്ങളും കൈമാറി. മേലേപ്പള്ളി പ്രസിഡന്റ് A. മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. മുൻ MLA കളത്തിൽ അബ്ദുള്ള പൊതുചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മേലേപ്പള്ളി രക്ഷാധികാരി AM ഹനീഫ, മൗലവി ഹബീബ് റഹ്മാൻ സിറാജി, PT ഹംസ വൈസി, മുഹമ്മദ് ഇലിയാസ് സഖാഫി, സൈനുദ്ദീൻ മന്നാനി, N. മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1990-91 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. റോയൽ 91 എന്ന പേരിൽ നടന്ന സംഗമം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. 60ഓളം പൂർവ്വ വിദ്യാർത്ഥികളാണ് നീണ്ട 33 വർഷത്തിനു ശേഷം കലാലയമുറ്റത്ത് ഒത്തുചേർന്നത്.
പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് മങ്കര അധ്യക്ഷനായി. സിനിമാ സംവിധായകൻ വിനോദ് മങ്കര, സിനിമാ നടൻ മുരളി മങ്കര, ഉണ്ണി വിശ്വനാഥ്, പ്രധാന അധ്യാപിക അജിത എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ പൂർവ്വ അധ്യാപകരെയും ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം EP സുരേഷ്, പ്രധാന അധ്യാപിക അജിത, വാർഡംഗം ചന്ദ്രിക, പൂർവ്വ അധ്യാപകർ എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപകരെ മങ്കര താവളത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കലാലയമുറ്റത്തേക്ക് സ്വീകരിച്ച് ആനയിച്ചത്. സഹപാഠികളും അധ്യാപകരും തമ്മിൽ ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് സമാപനമായത്. തുടർന്ന് കലാപരിപാടികളും നടന്നു. നീണ്ട 33 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ആദ്യമായി ഈ അക്ഷരമുറ്റത്ത് ഒത്തുചേർന്നിരിക്കുന്നത്. ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുലമാഷ്, അതുപോലെ തന്നെ ഗുരുക്കന്മാർ, അതുപോലെ തന്നെ വിനോദ് മങ്കര, മുരളി മങ്കര, ഉണ്ണി വിശ്വനാഥ് എന്നീ വിശിഷ്ട വ്യക്തിത്വങ്ങളെ കൂടി ഇന്ന് ഈ സദസ്സിൽ ആദരിക്കാൻ ഒരു അവസരം കിട്ടി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവത്ഗീത നിത്യജീവിതത്തിലെ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം സംഘടിപ്പിച്ചു. ഗീതാമൃതം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടിയിൽ അരുണ ദിവാകരൻ മുഖ്യ പ്രഭാഷണം നടത്തി. എനിക്ക് ഇന്നത്തെ ഈ ഭജന കേട്ടപ്പോൾ തോന്നിയതാണ്, ഭഗവാൻ കർമ്മയോഗത്തിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കർമ്മം ചെയ്യാം. നമ്മളൊക്കെ എല്ലാ ദിവസവും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. കർമ്മം ചെയ്യാതെ നമുക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ രാവിലെ എണീക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഓരോരുത്തരും അവരവരുടെ ജോലിക്ക് പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കർമ്മങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു യോഗമാക്കി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഭഗവാൻ കർമ്മയോഗത്തിൽ കൂടി. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത പ്രഭാഷണ പരിപാടിക്കു ശേഷം പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് C ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PC രാജീവ്, ട്രഷറർ AK മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ K ഉണ്ണികൃഷ്ണൻ, P മുരളീധരൻ, N രാജഗോപാലൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉഷ്ണതരംഗം മൂലമുള്ള അസാധാരണ ചൂടിൽ ജനജീവിതം ദുസ്സഹം. സൂര്യാഘാതം വർദ്ധിക്കാൻ സാധ്യത. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി. വേനൽ മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. തൃശൂർ വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവർ. ഇരുവരും വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാർ. ബസ് സ്റ്റാൻഡുകളിൽ അപകടം കുറയ്ക്കുന്നതിനുള്ള നാക്പാക്ക് നിർദ്ദേശം ഒറ്റപ്പാലത്ത് നടപ്പാക്കിയത് 5 വർഷത്തിനിപ്പുറം. ബസ്സുകൾ പ്രവേശിക്കുന്ന ഭാഗത്ത് ഹമ്പ് സ്ഥാപിച്ച് വേഗത നിയന്ത്രിക്കണമെന്ന് നാറ്റ്പാക്ക് നിർദ്ദേശിച്ചത് 2019. ഒറ്റപ്പാലത്ത് ഇക്കാര്യത്തിൽ നടപടിയുണ്ടായത് ആഴ്ചകൾക്ക് മുമ്പ് അതിഥി തൊഴിലാളി ബസ്സിടിച്ച് മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമുയർന്നപ്പോൾ മാത്രം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.